തലകറക്കം പോലെ വരുന്നു എന്ന് രാധ പറഞ്ഞപ്പോൾ മൂത്ത മകൾ ശ്രീദേവിയാണ് അവളെ പിടിച്ച് കട്ടിലിൽ കിടത്തിയത്. ആ കിടപ്പാണിപ്പോഴും. വേറൊന്നും വേണ്ട. ഈ രാധമ്മയുടെ കണ്ണുനീർ മാത്രം മതി. ആ പെണ്ണിന് ഒരിക്കലും സമാധാനം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല കുട്ടി. സരസമ്മ ചേച്ചിയാണെങ്കിൽ ഓരോന്ന് പദം പെറുക്കി കരയുകയാണ്. മോളെ, രാധമ്മ വിളിച്ചതുപോലെ പെട്ടെന്ന് തോന്നി. അമ്മയാണോ ചേച്ചി എന്നെ വിളിച്ചതിപ്പോള്? സ്റ്റെല്ല ചാടിപ്പുരണ്ട് എഴുന്നേറ്റു. രാധമ്മ സംസാരിക്കാൻ തുടങ്ങിയോ മോളെ? അവളുടെ പിന്നാലെ ഓടുമ്പോൾ സരസമ്മയും ചോദിച്ചു. ഇല്ല ചേച്ചി, ഇതേവരെ ആയിട്ടും അമ്മ സംസാരിച്ചിട്ടില്ല. അവൾ ഉറക്കെ മറുപടി കൊടുത്തു. അമ്മേ, രണ്ടുപേരും കൂടി ഓടിച്ചെന്ന് അവരുടെ അടുത്തേക്ക്. രാധമ്മ ഒന്നു മൂളി. അമ്മ എന്നെ വിളിച്ചോ? എന്താ അമ്മേ, എന്തു പറ്റി അമ്മയ്ക്ക്? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? ഇല്ല. യോ, സരസമ്മ ചേച്ചി, അമ്മ സംസാരിച്ചുവല്ലോ. സ്റ്റെല്ല ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. രാധമ്മേ, എങ്ങനെയുണ്ട് മോളെ? എല്ലാം മാറിയോടി? വയ്യ ചേച്ചി, ക്ഷീണമാണ്, തളർച്ച പോലെ. അമ്മയ്ക്ക് ഞാൻ കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വരാം. അത് കുറച്ച് കുടിക്കുമ്പോൾ ക്ഷീണമൊക്കെ പോകും. പറഞ്ഞുകൊണ്ട് സ്റ്റെല്ല അടുക്കളയിലേക്ക് ഓടി. നിന്നെ നോക്കുവാൻ വേണ്ടി ശിവൻ ഏർപ്പാട് ചെയ്തതാണ് ആ പെങ്കൊച്ചിനെ. പാവമാണെന്ന് തോന്നുന്നു. പാവമാ ചേച്ചി. പെറ്റ തള്ളയെ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെയാണ് അവൾ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. നല്ല കൊച്ചാടി, നല്ല ഐശ്വര്യമുള്ള ഒരു പെങ്കൊച്ച്. ക്രിസ്ത്യാനി കൊച്ചാ അല്ലേ? അപ്പോഴേക്കും സ്റ്റെല്ല കഞ്ഞിവെള്ളം ഒരു കപ്പിലേക്ക് പകർന്നെടുത്ത് കൊണ്ടുവന്ന് മേശമേൽ വെച്ച ശേഷം സരസമ്മ ചേച്ചിയെയും കൂട്ടി രാധമ്മയെ പിടിച്ച് കട്ടിലിൻ്റെ റാസയിൽ ചാരി ഇരുത്തിച്ചു. എന്നിട്ട് കഞ്ഞിവെള്ളം അവരെ കുടിപ്പിച്ചു. അമ്മേ, ഞാൻ ശിവൻ ചേട്ടനെ ഒന്ന് വിളിച്ചു പറയട്ടെ ഈ കാര്യം. അമ്മയുടെ ഫോൺ ഒന്ന് തരുമോ? അവിടെ ഇരിപ്പുണ്ട്, മോളെടുത്തോ. പെട്ടെന്ന് തന്നെ സ്റ്റെല്ല ഫോണും എടുത്തുകൊണ്ട് സ്വീകരണ മുറിയിലേക്ക് പോയി. ശിവന്റെ നമ്പർ ഡയൽ ചെയ്ത ശേഷം അവൾ ഫോൺ കാതിലേക്ക് ചേർത്ത് വെച്ചു. ഹലോ. ഒറ്റ ബെല്ലിന് തന്നെ ശിവൻ ഫോൺ എടുത്തിരുന്നു. ശിവൻ ചേട്ടാ, ഞാൻ സ്റ്റെല്ലയാ. അമ്മ സംസാരിച്ചു ചേട്ടാ. സത്യമാണോ? അതേ ചേട്ടാ. ഞാനും സരസമ്മ ചേച്ചിയും കൂടി അടുക്കളയിൽ വർത്തമാനം പറഞ്ഞു നിന്നപ്പോൾ അമ്മ വിളിക്കുന്നത് പോലെ തോന്നി. ഓടിച്ചെന്നപ്പോൾ ഉണ്ട് എന്നെ മോളേന്ന് വിളിച്ചു ചേട്ടാ. ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു നിർത്തി. സ്റ്റെല്ല, ഫോൺ വെച്ചോളൂ, ഞാൻ ഇപ്പോൾ തന്നെ വരാം. അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത ശേഷം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റെല്ല അടുക്കളയുടെ തുറന്നു കിടന്ന വാതിൽ അടച്ച ശേഷം പെട്ടെന്ന് തന്നെ വീണ്ടും അമ്മയുടെ മുറിയിലെത്തിയപ്പോൾ കേട്ടു ശിവന്റെ ബൈക്ക് വന്നു നിൽക്കുന്ന ശബ്ദം. അമ്മേ, ഉറക്ക വിളിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് ഓടിക്കയറി വന്നു അമ്മയെ കെട്ടിപ്പിടിച്ചു. ശിവാ, മോനെ. അവർ അപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു. എൻ്റെ മോനെ, എന്നാലും ഈ ഗതി വന്നല്ലോടാ നിനക്ക്. എന്തോരം പ്രാർത്ഥന ചൊല്ലി നേർച്ച നേർന്ന് നടത്തിയ കല്യാണമാണ്. ആ പെണ്ണ് ഒടുവിൽ എൻ്റെ കുഞ്ഞിനെ ചതിച്ചല്ലോ ഭഗവാനെ. അവർ കരഞ്ഞുകൊണ്ട് പിന്നെയും ഓരോന്ന് വിളിച്ചു പറഞ്ഞു. അതൊക്കെ അവ്യക്തമായിരുന്നു. സാരമില്ല അമ്മേ, പോട്ടെ. ഞാൻ അമ്മയോട് എപ്പോഴും പറയില്ലേ, എനിക്ക് എൻ്റെ അമ്മയും അമ്മയ്ക്ക് ഈ ഞാനും മാത്രം മതിയെന്ന്. അത് അങ്ങനെ തന്നെ മതി. അമ്മയെ കെട്ടിപ്പിടിച്ചു കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവള് പോയാൽ പോട്ടെ, എനിക്ക് എൻ്റെ അമ്മ മാത്രം മതി. അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അപ്പോഴേക്കും അവൻ്റെ കണ്ണ് നിറഞ്ഞു. ഇരുവരുടെയും സ്നേഹപ്രകടനങ്ങൾ നോക്കി നിൽക്കുകയാണ് സ്നേഹ, ഒപ്പം സരസമ്മ ചേച്ചിയും. പുണ്യം ചെയ്ത ജന്മമാണ് ഇവരുടെയൊക്കെ. എന്ത് സ്നേഹമാണ് ഈ അമ്മയും മകനും തമ്മിൽ. സ്റ്റെല്ല ഓർത്തു. അമ്മേ, ഞാൻ അവളുമാരെയൊക്കെ ഒന്ന് വിളിച്ച് ഈ കാര്യം പറയട്ടെ കേട്ടോ. ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് അവൻ എഴുന്നേറ്റു. അപ്പോഴേക്കും വാതിൽപ്പടിയിൽ കണ്ണു നിറച്ചു നിൽക്കുന്ന സ്റ്റെല്ലയെ അവൻ കണ്ടത്. അമ്മേ, ഈ കുട്ടിയെ മനസ്സിലായോ? അവൻ മുഖം തിരിച്ചുകൊണ്ട് അവരെ നോക്കി ചോദിച്ചു. അറിയാം മോനെ, ഈ മോള് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിണ്ടാൻ തുടങ്ങിയത് പോലും. നീ പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു പറയും. അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. എൻ്റെ പേരറിയാമോ, നാടറിയാമോ, പിന്നെ ഇവളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കും. അവര് പറയുന്നതൊക്കെ അത്ര വ്യക്തമായി മനസ്സിലാകില്ല, എങ്കിലും ശിവന് കാര്യം പിടികിട്ടി. ചിരിച്ചുകൊണ്ട് അവൻ സ്റ്റെല്ലയെ നോക്കി. കഴിക്കാനെടുക്കാം, ഉച്ചയായില്ലേ. പെട്ടെന്ന് തന്നെ അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തു. ക്രിസ്ത്യാനി കൊച്ചായിപ്പോയി. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു കേട്ടോ, സരസമ്മ ചേച്ചി പതിയെ രാധമ്മയോട് പറഞ്ഞു. ചേച്ചി, ചുമ്മാ വേണ്ടാത്ത കാര്യം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ വേറെ വല്ല പണിയും നോക്ക്. ശിവൻ അവരെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ഫോണെടുത്ത് ശാലിനിയെ വിളിച്ചു. പിന്നീട് ശ്രീദേവിയെയും. രണ്ടാളും വൈകുന്നേരം എത്താമെന്ന് അവനോട് മറുപടി പറഞ്ഞു. കുറച്ചു മുന്നേ ലക്ഷ്മി ഉടുത്തു കയറി വന്ന കാഞ്ചീപുരം പട്ടുസാരി കത്തിച്ചു കളഞ്ഞപ്പോൾ മനസ്സാകെ കൈവിട്ടുപോയ അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ തൻ്റെ അമ്മ ഒരു വാക്ക് സംസാരിക്കുന്നത് കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത മനസമാധാനവും സന്തോഷവും വന്നു പുൽകും പോലെ ശിവന് തോന്നി.
വൈകുന്നേരത്തോടുകൂടി ശാലിനിയും ശ്രീദേവിയും എത്തിച്ചേർന്നു. ശാലിനി വന്നതും സ്റ്റെല്ലയ്ക്ക് ഭയങ്കര സന്തോഷം. ഓടിച്ചെന്ന് അവൾ സ്റ്റെല്ലയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ശ്രീദേവിയെയും കുഞ്ഞുവാവയെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. ശ്രീദേവിയുടെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്ക് സീനയുടെ കുട്ടിയെ ഓർമ്മ വന്നു. പാവം, പനിയൊക്കെ കുറഞ്ഞു വീട്ടിൽ വന്നോ ആവോ. ചേച്ചിക്കാണെങ്കിൽ ഒരാഴ്ച ആയതേ ഉള്ളായിരുന്നു ഒരു ഫോൺ മേടിച്ച് സിമ്മൊക്കെ എടുത്തിട്ട്. അതിൻ്റെ നമ്പർ അറിയില്ലായിരുന്നു താനും. ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും നോക്കാമായിരുന്നു. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വന്നു. സ്റ്റെല്ല, കുറച്ച് കാപ്പി എടുക്കാമോ? ശിവന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഇപ്പോൾ എടുക്കാം ചേട്ടാ. കട്ടൻ കാപ്പിയാണോ അതോ? എന്തായാലും കുഴപ്പമില്ല. പാലിരിപ്പുണ്ടോ? ഉണ്ട് ചേട്ടാ, ഒരു പാക്കറ്റ് കൂടി ഉണ്ട്. ഇപ്പോൾ ചായ എടുക്കാമേ. പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഫ്രിഡ്ജ് തുറന്നു. ആ സമയത്ത് ശിവനാണെങ്കിൽ അമ്മ നേരത്തെ അരിഞ്ഞു ഉണക്കി വെച്ചിരുന്ന ഉപ്പേരിക്കപ്പ എടുത്ത് കുറച്ച് വറുക്കുവാൻ വേണ്ടി തുടങ്ങി. അവൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് സ്റ്റെല്ല കൂടുതലൊന്നും ചോദിച്ചതുമില്ല. പെട്ടെന്ന് തന്നെ അവൾ എല്ലാവർക്കും കുടിക്കാനുള്ള ചായയൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് രാധമ്മ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ശ്രീദേവി ചേച്ചി ഇരുന്ന് കരയുകയാണ്, ഒപ്പം അമ്മയും. ശാലിനി ചേച്ചി അവരെയൊക്കെ വഴക്കു പറഞ്ഞുകൊണ്ട് അരിയിൽ തന്നെ ഉണ്ട്. ചേച്ചി, ചായ എടുത്തു വെച്ചിട്ടുണ്ട്. സ്റ്റെല്ല പറഞ്ഞതും ശ്രീദേവി വേഗം കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. ഒപ്പം ശാലിനി അമ്മയുടെ കണ്ണുനീരും ഒപ്പിമാറ്റി. സ്റ്റെല്ലയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീദേവി അവളോട് ചോദിച്ചു. ചാച്ചനും ഞാനും, പിന്നെ എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും ഇപ്പോൾ വന്നിട്ടുണ്ട്. അമ്മ കുറച്ചു വർഷം മുന്നേ മരിച്ചുപോയി. ചാച്ചന് ജോലി വല്ലതുമുണ്ടോ? കൂലിപ്പണിയാ. സ്റ്റെല്ലയുടെ റിസൾട്ട് വരാറായി അല്ലേ? ഓ, അടുത്ത ആഴ്ച എത്തും എന്നൊക്കെ പറയുന്നത് കേട്ടു. ആണോ ചേച്ചി? എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ വരും. എക്സാം ഈസി ആയിരുന്നോ? വലിയ കുഴപ്പമില്ലായിരുന്നു ചേച്ചി. ഇനി അറിയില്ല. സ്റ്റെല്ല സയൻസ് ആയിരുന്നു ഇല്ലേ? നല്ല മാർക്ക് കിട്ടും, പേടിക്കണ്ട കേട്ടോ. ശ്രീദേവി പറഞ്ഞതും അവൾ തലകുലുക്കി. ഒരു കുഞ്ഞു മാലാക പെൺകുട്ടി അല്ലേ ചേച്ചി? സ്റ്റെല്ല പോകുന്നത് നോക്കി ശാലിനി പിറുപിറുത്തു. സത്യം, എപ്പോഴും മുഖത്ത് സങ്കടമാണ് അല്ലേടി? എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിൻ്റെ വീട്ടിൽ ഉണ്ടെന്നാ ശിവേട്ടൻ പറഞ്ഞത്. ഒരുപാട് വേദനകൾ അനുഭവിച്ച ശേഷമാണ് അത് ഇങ്ങോട്ട് പോന്നത്. പാവം, എന്തു ചെയ്യാനാ, ഓരോന്നിൻ്റെ വിധി. അമ്മയ്ക്ക് ഭേദമാകും വരെ ഇവിടെ നിൽക്കാം. അത് കഴിഞ്ഞ് എന്തോ ചെയ്യും ചേച്ചി? നോക്കാടി, എന്തെങ്കിലും വഴി തെളിയും. രണ്ടുപേരുടെയും സംഭാഷണം കേട്ടുകൊണ്ടാണ് ശിവൻ ഉപ്പേരിക്കപ്പയും വറുത്തുകൊണ്ട് വന്നത്. എന്താടി ഒരു ചർച്ച? സ്റ്റെല്ലയെക്കുറിച്ച് പറയുമായിരുന്നു. കൂടിപ്പോയാൽ 4-5 മാസം ഇവിടെ നിൽക്കാം. അത് കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ഓർത്തുപോയി. എന്തെങ്കിലും ചെയ്യാം. അവനൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് കസേരയിലേക്ക് ചാരിയിരുന്നു. അമ്മ സംസാരിച്ചല്ലേടി? അത് തന്നെ സമാധാനം. എല്ലാം കൂടി ഓർത്ത് എനിക്കങ്ങ് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. സത്യം, എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം പോലും വരില്ല. എന്നിട്ട് പഠിപ്പിക്കാൻ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ തലവേദന കാരണം പുസ്തകം തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയും. എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ പറയും അമ്മയ്ക്ക് BP കൂടിയതിൻ്റെ പ്രശ്നമാണെന്നും മെഡിസിൻ എടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഓക്കെ ആകും എന്നും ഒക്കെ. അവരൊക്കെ പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ അമ്മ എഴുന്നേറ്റ് നടന്നിരിക്കും എന്നാണ്. എന്നാലും നമ്മൾക്കൊരു സമാധാനവും ഇല്ലായിരുന്നു. എന്തായാലും അമ്മ ഒന്ന് സംസാരിച്ച് കണ്ടല്ലോ, അത് മതി. ശ്രീദേവി പറഞ്ഞപ്പോൾ ശാലിനിയും അത് ശരിവെച്ചു. കാര്യം പറഞ്ഞാൽ ഞാനൊരു നഴ്സൊക്കെയാണ്. എന്നാലും നമ്മുടെ അമ്മയ്ക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരുത്തിയല്ലേ? പ്രേമിച്ചവൻ്റെ കൂടെ പോകണമായിരുന്നുവെങ്കിൽ അവൾക്കത് നേരത്തെ ആയിക്കൂടായിരുന്നോ? എന്നിട്ട് താലികെട്ടും കഴിഞ്ഞപ്പോൾ അവളുടെ ഒടുക്കത്തെ വർത്തമാനം. അവളെ എന്നെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് ഞാൻ കാണും. അന്ന് വേണം എനിക്ക് അവളോട് 2 വർത്തമാനം പറയാൻ. അത് പറയുകയും ശാലിനി ക്ഷോഭം കൊണ്ട് വിറച്ചു. ഇനി ആരും കൂടുതലൊന്നും പറയാനും എടുക്കാനും പോകണ്ട. നമ്മുടെ തലേന്ന് പോയല്ലോടി, അത് മതി. ശ്രീദേവി അനുജത്തിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശാലിനി അതൊന്നും ഉൾക്കൊണ്ടില്ല. ഈ കല്യാണം പ്രമാണിച്ച് നമുക്ക് എത്ര രൂപ ചെലവായി? സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കാശ് അവിടെ തന്തയുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടതാണ്. ശിവേട്ടൻ ഒരു പാവം ആയതുകൊണ്ട് ഈ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുത്തേന. പോട്ടടി ശാലിനി, എന്തായാലും അവൾക്ക് അപ്പോഴെങ്കിലും തോന്നിയല്ലോ കാര്യങ്ങളൊക്കെ തുറന്നു പറയുവാൻ. അതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. ഏതവനെ കെട്ടിയാലും ശരി, അവൾ സന്തോഷത്തോടെ പൊറുക്കില്ല അവൻ്റെ ഒപ്പം. നമ്മുടെ അമ്മയുടെ കണ്ണുനീര് ഈശ്വരൻ എന്നൊരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള മറുപടി അവൾക്ക് കിട്ടിയിരിക്കും. മതി ശാലിനി, നീ ഇനി അതും ഇതുമൊക്കെ പറഞ്ഞ് വെറുതെ നമ്മുടെ മൂഡ് കളയണ്ട. ഒന്നാമത് അമ്മ അപ്പുറത്ത് കിടപ്പുണ്ട്. ആ പാവത്തിൻ്റെ സങ്കടം എനിക്കിനി കാണാൻ പറ്റുകയില്ല. ശിവൻ പറഞ്ഞു നിർത്തിയതും പിന്നീട് ശാലിനി മിണ്ടാതെ ഇരുന്ന് ചായ കുടിച്ച് എഴുന്നേറ്റ്. അനുജത്തിമാർ 2 പേരും അന്ന് തിരികെ അവരുടെ വീട്ടിലേക്ക് പോകുന്നില്ലായിരുന്നു.
അതിനാൽ ശിവൻ പോയി ഒരു താറാവിനെ മേടിച്ചു കൊണ്ടുവന്നു. ശ്രീദേവി, അടുക്കളപ്പുറത്തു കൂടി വന്ന് അവൻ ഉറക്കെ വിളിച്ചു. ശ്രീദേവി ചേച്ചി കുളിക്കുകയാണ്. സ്റ്റെല്ലയായിരുന്നു അവൻ്റെ വിളികേട്ട് ഇറങ്ങി വന്നത്. ശാലിനി ഇല്ലേ? ചേച്ചി കുഞ്ഞുവായെ എടുത്തുകൊണ്ട് ഹാളിലൂടെ നടക്കുന്നുണ്ട്. ഇതങ്ങോട്ട് വെച്ചേക്ക്, അവളുമാരെ ആരെങ്കിലും കറി വെച്ചോളും കേട്ടോ. അവൻ നീട്ടിയ പൊതി മേടിച്ച് സ്റ്റെല്ല കൗണ്ടർ ടോപ്പിന് മുകളിലേക്ക് വെച്ചു. എന്നിട്ട് ഒരു ഉരുളച്ചട്ടി എടുത്തുകൊണ്ടുവന്ന് അതിലേക്കിട്ടു. താറാവിറച്ചിയാ, സ്റ്റെല്ല കഴിക്കുമോ? ശിവൻ ചോദിച്ചതും അവൾ തല കുലുക്കി. വെക്കാൻ അറിയാമോ? അറിയാൻ ചേട്ടാ, ഇടയ്ക്കൊക്കെ മഠത്തിൽ മേടിക്കുമായിരുന്നു. ആ, ശാലിനിയും കൂടി വരും, എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാക്കിക്കോ. അവൻ പറഞ്ഞതും സ്റ്റെല്ല തലകുലുക്കി. ശാലിനി, കുഞ്ഞുറങ്ങിയോടി? ശിവന്റെ ശബ്ദം കേട്ടതും ശാലിനി തിരിഞ്ഞു നോക്കി. എന്നിട്ട് മിണ്ടരുത് എന്ന് അവനോട് മെല്ലെ പറഞ്ഞു. ശേഷം ബാവയെ ബെഡിലേക്ക് കിടത്തി. ശ്രീദേവി കുളിച്ചു കഴിഞ്ഞില്ലേടി? ഇല്ല. എന്താ ഏട്ടാ? നീ അടുക്കളയിലോട്ട് ചെന്നേ. 2 താറാവിനെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെല്ല ഒറ്റയ്ക്കല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ ചെല്ലാം. ഏട്ടൻ ഇവിടെ ഇരുന്നോളാമോ? അഥവാ കുഞ്ഞുവാവ ഉണർന്നെങ്കിലും കുഴപ്പമില്ലല്ലോ. നീ പൊയ്ക്കോടി, ഞാൻ കുഞ്ഞിൻ്റെ കാര്യം നോക്കിക്കോളാം. അവൻ ബെഡിലേക്ക് കയറിയിരുന്നു കൊണ്ട് ശാലിനിയോടായി പറഞ്ഞു. ശാലിനി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഉണ്ട് സ്റ്റെല്ല താറാവിനെയൊക്കെ പീസ് ആക്കി കഴിഞ്ഞിരുന്നു. അയ്യോ, ഇത്ര പെട്ടെന്ന് ചെയ്തോ? ഞാൻ കുറച്ചുനാൾ മഠത്തിലായിരുന്നു ചേച്ചി നിന്നത്. അവിടെ ഇടയ്ക്കൊക്കെ താറാവിനെ വാങ്ങിക്കൊണ്ടുവരും. അടുക്കളയിൽ സഹായിക്കാനായിട്ട് ഞാനും കയറുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പഠിച്ചതാണിതൊക്കെ. സ്റ്റെല്ല ശാലിനിയെ നോക്കി ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. എന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് വെള്ളത്തിലേക്കിട്ടു. ഇവിടെ എങ്ങനെയാ വെക്കുന്നത്? സ്റ്റൂ ആയിട്ടാ? എല്ലാ തരത്തിലും അമ്മ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ സ്റ്റൂ ആയിട്ട് വെക്കും, അല്ലാത്തപ്പോൾ മപ്പാസ്, പിന്നെ നമ്മുടെ നാടൻ ചിക്കനൊക്കെ വറുത്തരച്ച് വെക്കുന്നത് പോലെ ഉണ്ടാക്കും. ചേച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോളൂ. സ്റ്റെല്ലയ്ക്ക് എങ്ങനെ വെക്കാനാണ് പരിചയം? എനിക്ക് സ്റ്റൂ വെക്കുവാനാണ് അറിയാവുന്നത്. എന്നാൽ പിന്നെ ഇന്ന് സ്റ്റെല്ലയുടെ വകയായിക്കോട്ടെ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്തേ? ശരി. അവൾ തലകുലുക്കി സമ്മതിച്ചു. അപ്പോഴേക്കും ശ്രീദേവി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിരുന്നു. ശാലിനി പെട്ടെന്ന് തന്നെ കറിക്ക് വേണ്ട ചേരുവകളൊക്കെ അരിഞ്ഞെടുത്ത് വയ്ക്കുകയാണ്. ഇൻഡാലിയത്തിൻ്റെ ഒരു ഉരുളിയെടുത്ത് അടുപ്പത്ത് തീ കൂട്ടി സ്റ്റെല്ല അത് വെച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഏലക്കായും ഗ്രാമ്പുവും പട്ടയും ഇട്ട് പൊട്ടിച്ച ശേഷം ശാലിനി അരിഞ്ഞു കൊടുത്തവ എല്ലാം ഇട്ട് നന്നായി വഴറ്റി. ഒപ്പം കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ടിരുന്നു. അവയെല്ലാം വാടി വന്നപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന താറാവിനെ എടുത്തിട്ട് നന്നായി വഴറ്റിയെടുത്തു. ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂട്ട് നന്നായി താറാവിലേക്ക് പിടിക്കുന്നത് വരെ അവൾ ഇളക്കിക്കൊണ്ടിരുന്നു. ആവശ്യത്തിന് വേണ്ട മല്ലിപ്പൊടിയും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കുതിർത്ത് വെച്ചതിന് ശേഷം മറ്റൊരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി മൂപ്പിച്ചു. ആ അരപ്പ് എടുത്ത് താറാവിലേക്ക് പകർന്നൊഴിച്ചതിന് ശേഷം നാളികേരത്തിൻ്റെ 2ാം പാലൊഴിച്ച് അടച്ചു വെച്ചാണ് അത് വേവിച്ചു വറ്റിച്ചത്. ആവശ്യത്തിന് കുരുമുളക് കൂടി പൊടിച്ചു ചേർത്തു. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും ഒപ്പം അല്പം പെരിഞ്ചീരകവും കറിവേപ്പിലയും വറ്റൽമുളകും ഇവയെല്ലാം കൂടി കടുക് വറുക്കുവാനായി വെച്ചു. വേവിച്ചു വെച്ച താറാവിലേക്ക് 1ാം പാൽ ഒഴിച്ച് ചെറുതായി ചൂടാക്കിയ ശേഷം ഈ താളിപ്പ് എല്ലാം മുകളിലേക്ക് ഒഴിച്ചു. എന്നിട്ട് പാത്രം അടച്ചു വെച്ചു. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ കറിക്ക് ടേസ്റ്റ് കൂടും എന്നാണ് മഠത്തിലെ ചേച്ചി പറയുന്നത്. സ്റ്റെല്ല പറഞ്ഞു. അവള് വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഓരോ ജോലിയും നോക്കിയിരിക്കുകയാണ് ശാലിനിയും ശ്രീദേവിയും. ശിവൻ ഹാളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നല്ല അസൽ താറാവ് കറിയുടെ ത്രസിപ്പിക്കുന്ന സുഗന്ധം. ഹോ, അവൻ്റെ വായിൽ വെള്ളമൂറി. അവൻ വരുന്നത് കണ്ടതും ശാലിനിയും ശ്രീദേവിയും ഒരുപോലെ ചിരിച്ചു. ഹാ, ഇപ്പോൾ ഓർത്തേയുള്ളൂ കണ്ടില്ലല്ലോന്ന്. ശാലിനി ചിരിച്ചതും ശിവൻ അവളെ കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു. സ്റ്റെല്ലയ്ക്ക് അത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. പേടിക്കേണ്ട കൊച്ചേ, ഏട്ടൻ എങ്ങനെയാണെന്നോ, ഈ ഇറച്ചിക്കറിയൊക്കെ വെന്തു വാങ്ങും മുന്നേ ഒരു പാത്രത്തിൽ എടുത്തിട്ട് കഴിക്കും. അതാണത്രേ ഏറ്റവും ടേസ്റ്റ്. പറഞ്ഞുകൊണ്ട് അവൾ കുറച്ച് കറി കോരിയെടുത്തു. സ്റ്റെല്ല, കുഴപ്പമുണ്ടോ എടുത്താൽ? ഇല്ല ചേച്ചി, ആയിട്ടുണ്ട്. ശിവന് വേണ്ടിയാണ് എടുത്തതെങ്കിലും മൂവരും കൂടി വട്ടത്തിലിരുന്നാണ് കഴിച്ചത്. ഹോ, അടിപൊളി, ഒന്നും പറയാനില്ല കൊച്ചേ. ശ്രീദേവിയാണ്. ആ നേരത്ത് ഫ്രിഡ്ജ് തുറന്ന് പാലപ്പം ഉണ്ടാക്കിയ ബാക്കി മാവെടുത്ത് സ്റ്റെല്ല വേഗം കുറച്ച് അപ്പം ചുട്ടെടുത്തു. അതും കൂടി കൊടുത്തപ്പോൾ എല്ലാവർക്കും കുശാലായി.